അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കോഴിക്കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരു അടിപൊളി ലഗൂൺ ചിക്കൻ കറിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഒരു കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോഴി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഇത് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കോഴിയൊന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ. അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല വേവുള്ള കോഴി ആയതുകൊണ്ട് തന്നെ ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 6 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ അത് ആകുമ്പോഴേക്കും നമുക്കിതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുക. ഇനി ഇതിലോട്ടൊരു 3 മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തതാണ്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വലിയ സവോള ആണെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു മീഡിയം സൈസുള്ള 3 സവോള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ട ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കാം. ഞാൻ വലിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നേരം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ കുക്കറൊക്കെ വിസിൽ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ, ഇപ്പോൾ നമ്മൾ ചിക്കന് ഒരു 6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടിയിട്ട് ഒരു വിസിലും കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണമെങ്കിൽ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തുടയും കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ വെള്ളത്തോട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും, ഒരു 10-15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേ ആ ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ചിക്കനിലെ മസാല ഒക്കെ ഒന്ന് പിടിക്കണം. അതുപോലെ തന്നെ ഒക്കെ ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. ആ കറി ഒന്ന് കുറുകി കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ട ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് വെന്ത് ഉടഞ്ഞിട്ടില്ല, കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും മതി, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു കുറച്ച് ചുവന്നുള്ളി, ഒരു 5-6 ചുവന്നുള്ളി ഉണ്ടാവും, അത് അരിഞ്ഞതൊന്ന് താളിച്ചെടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ലഗൂൺ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.